ഹലോ, ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് കുക്കിങ്ങും ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷനും അതുപോലെ തന്നെ രാവിലെ എന്തൊക്കെയാണ് ഞാൻ കഴിച്ചതെന്നും എന്നൊക്കെയുള്ള ഒരു മിനി വ്ളോഗാണ്. അപ്പോൾ ഞാൻ രാവിലെ എടുത്തത് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് എടുത്തത് ഇടിയപ്പവും ചിക്കൻ കറിയുമായിരുന്നു. ചിക്കൻ കറിയും ഇടിയപ്പവും അടിപൊളി കോമ്പിനേഷനാണല്ലോ. അപ്പം കറി എന്ന് പറയുന്നത് കറിയുടെ കുക്കിങ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ കറി എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാ ദിവസവും ഡിന്നറിനാണ് കറി ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ ഡിന്നറിനുണ്ടാക്കിയ ആ കറി ബ്രേക്ക്ഫാസ്റ്റിനും കൂടെ എടുത്ത് അതങ്ങ് തീർക്കും. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു റുട്ടീൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചായയും റെഡിയാക്കണം, ഞങ്ങൾക്കുള്ള ചായയും. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇടിയപ്പവും ചിക്കൻ കറിയും ചായയും. അപ്പം ചായയ്ക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ജസ്റ്റ് ചായയുടെ ഒരു ഷോട്ട് എടുക്കുകയാണ്. 1.5 ഗ്ലാസ് പാലും 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ടാണ് ഞാൻ ചായ വെക്കുന്നത്. അപ്പോൾ ഇത് ബോട്ടിൽ മിൽക്കാണ്. അപ്പോൾ 2 ലിറ്ററിൻ്റെ ബോട്ടിൽ മിൽക്കാണ്. അതിലൊരു 4-5 ഡേയ്സ് എക്സ്പയറി ഉണ്ട്. കറക്റ്റ് ആ ഒരു ടൈം പീരീഡിനുള്ളിൽ നമ്മളുടെ പാല് തീർക്കും. ചിലപ്പം നേരത്തെയും തീരാറുണ്ട്. എന്താണേലും 2 ലിറ്ററിൻ്റെ പാല് ആ ഒരു എക്സ്പയറിയുടെ ആ ഒരു തലേ ദിവസത്തോട് കൂടിയിട്ട് ഇപ്പോൾ എന്തായാലും പാല് കഴിയാറുണ്ട്. കാരണം സാറായിക്കും നമ്മൾക്കും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ ഇതെന്ന് പറയുന്നത് പിന്നെ ഏലക്ക ഇട്ടു. അതുപോലെ തന്നെ നമ്മൾ ഡയറക്റ്റ് ഷുഗർ ആഡ് ചെയ്യുന്നില്ല, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. അപ്പോൾ അതിന് പകരം ഒരു ഹെൽത്തി ആയിട്ടുള്ള സേഫായിട്ടുള്ള ഒരു പൗഡർ, ഒരു എക്സ്ട്രാക്റ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടി ഇട്ടു. അപ്പോൾ ചായയുടെ പരിപാടികളൊക്കെ ചെയ്തേക്കാം. അപ്പോൾ അത് ചായ പയ്യനെ അവിടെ ഇരുന്ന് തിളച്ചോളും. അപ്പോൾ ചായക്ക് ഞാൻ യൂസ് ചെയ്യുന്ന തേയിലപ്പൊടി എന്ന് പറയുന്നത് ഈസ്റ്റീയുടെ തേയിലപ്പൊടിയാണ്. അപ്പം കുറേ നാളായിട്ട് വേറെ ഒന്നും മാറ്റി അങ്ങ് എടുക്കുന്നില്ല. ഇതങ്ങ് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഈ തേയിലപ്പൊടി അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. അപ്പോൾ ചായയുടെ പരിപാടിയും നടക്കുകയാണ്. അപ്പോൾ എൻ്റെ കിച്ചൺ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു. ഇക്ക ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പോയി. അപ്പോൾ സാറ സ്കൂളിൽ പോയി, ഇക്കായ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. ഇപ്പോൾ ഒരുമിച്ചിരുന്ന് കഴിക്കാനുള്ള ടൈമൊന്നുമില്ല. ഒരു 7:30 ആകുമ്പോഴത്തേനും ഇക്കാക്ക് ഫുഡൊക്കെ വിളമ്പി കൊടുത്ത് ചായയൊക്കെ വെച്ച് ഇക്കാൻ ഓഫീസിൽ വിടും. അതിനുശേഷം പയ്യനെയാണ് എൻ്റെ കഴിപ്പും കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് എൻ്റെ അപ്പം ഞാൻ 2 ഇടിയപ്പമാണ് കഴിക്കുന്നത്. അപ്പോൾ 2 ഇടിയപ്പവും കുറച്ച് ചിക്കൻ കറിയും പിന്നെ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്ട്രോങ് പതയോടുകൂടി നീട്ടി കഴിച്ച് പതപ്പിച്ച ഒരു അടിപൊളി 1 ഗ്ലാസ് ചായയും. അപ്പം ചായയൊക്കെ ഇതുപോലെ ഉണ്ടെങ്കിൽ എനിക്ക് കുടിക്കാൻ പറ്റുള്ളൂ. എനിക്ക് ചായ എന്ന് പറയുന്നത് അത്ര നിർബന്ധമൊന്നുമില്ല. പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല പതപ്പിച്ച് കുറച്ച് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചായയൊക്കെ കിട്ടിയാലേ ഞാൻ കുടിക്കുകയുള്ളൂ. കാരണം ചായ ടേസ്റ്റ് വൈസ് ചായയ്ക്ക് ടേസ്റ്റ് അത്ര പോരെങ്കിൽ ഞാൻ ചായ സ്കിപ്പ് ചെയ്യും. അങ്ങനെയാണ്. നല്ല ചായ ആണെങ്കിൽ മാത്രമേ ഞാൻ ചായ കുടിക്കാറുള്ളൂ. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റിന് എനിക്ക് കഴിക്കാനുള്ള ഐറ്റംസൊക്കെ ഞാൻ എടുത്തു. ഞാൻ വിളമ്പി 1 ഗ്ലാസ് ചൂട് ചായയും 2 ഇടിയപ്പവും ചിക്കൻ കറിയുമാണ്. അപ്പോൾ ഞാനത് കഴിക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിരുന്നു. അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറിയും ഇടിയപ്പവും ചിക്കൻ കറിയും വളരെ അടിപൊളി കോമ്പിനേഷനാണല്ലോ. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ കറി എന്ന് പറയുന്നത് ഇപ്പോൾ ഡിന്നറിനുണ്ടാക്കിയതാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനും കൂടെ എടുത്ത് ഇത് തീർക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഇനി ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ. ലഞ്ചെന്ന് പറയുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലഞ്ചിൻ്റെ വീഡിയോസും ഷോർട്സും ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാറുണ്ട്. ലഞ്ചെന്ന് പറയുന്നത് ഒരു ഡെയിലി റുട്ടീനായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം അല്ല. എനിക്ക് ചോറുണ്ണാൻ തോന്നുമ്പോൾ മാത്രമാണ് ഞാൻ ലഞ്ച് പ്രിപ്പറേഷനുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ ലഞ്ച് കുക്ക് ചെയ്യാം എന്ന് വിചാരിക്കുന്ന ഒരു ദിവസമാണ്. അപ്പം ചിക്കൻ കറി തീർന്നു. ഇനിയിപ്പോൾ ഫിഷൊക്കെ എടുത്ത് ലഞ്ച് പ്രിപ്പയർ